നീ മാത്രം റെഡി ആയിട്ട് ഇപ്പൊ എന്താ കാര്യം? ബാക്കിയുള്ളവരൊക്കെ എടെ? അതെനിക്കറിയാം, ആദ്യമായിട്ടൊന്നല്ലേ. എവിടെ പോവാതിരിക്കാലും ഇതന്നെയല്ലേ അവസ്ഥ. ഓരോരുക്കം കഴിയുമ്പോത്തിനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. വേഗം പോയി വിളിച്ചോണ്ടെന്ന് അമ്മനി മക്കളെ. എന്താണ് എനിക്ക് പറഞ്ഞ കേൾക്ക് എത്ര മടി? വേഗം പോയി വിളിച്ചോണ്ട്. ഡീ നീ ഇറങ്ങാനായില്ലേ? നീ എന്തിനാണ് ചുരുക്കുന്നേ? ഡീ നീ വരുന്നുണ്ടെങ്കി വാ, ഞാൻ പോവാ. ഓ ഇപ്പൊ തന്നെ ടൈം എത്ര ആയെന്നാ? വേഗം ഇറങ്ങിക്കൂടുങ്ങട്. രാവിലെ തുടങ്ങിയ ഒരുങ്ങാൻ ഇതുവരെ കഴിഞ്ഞില്ല. നീ അല്ല അവിടുത്തെ വധു. വരുന്നു പറയല്ലോ, അത് അവിടെ എത്തില്ലല്ലോ. ഡീ ബാക്കിയുള്ള രണ്ടുപേടെ ഞാൻ കാറിന്റെ കീ എടുത്തു വരാം. അവിടെ നിക്കി. ചേച്ചിന്റെ നല്ല രസല്ലേ? അയ്യേ ചേച്ചിന്റെ ഏറ്റവും വലിയ പോറ്. നീ എന്തിനാടി ചിരിക്കുന്നേ? എന്റെ ഡ്രസ് രസമല്ലാന്ന് പറഞ്ഞിട്ടല്ലേ? ചേച്ചിക്ക് മനസ്സിലായില്ലേ, പിന്നെ എന്തിനെത്ര ചോദിക്കാന്? എന്റെ ഡ്രസ് നല്ല രസമുണ്ട് എന്റെ വിചാരം. കണ്ടാലും മതി. നീ പോടി ചേച്ചി. അയ്യേ പാവം കേട്ടോ, ഞങ്ങൾക്കൊക്കെ നല്ല രസമുണ്ട്, എന്റെ മാത്രം രസമില്ല. ചേച്ചി നീ വേണ്ടിയാലേ രണ്ടെണ്ണത്തിന് നല്ലോണം കിട്ടും. ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങിപ്പോയി അല്ലെങ്കിൽ കാഞ്ചി തരേ നിങ്ങൾക്ക്. എന്തിനാണ് ചിരിക്കുന്നേ? ഫസ്റ്റ് കിട്ടല്ലേ നെക്കേക്കാരൻ. അതിന്റെ ഒറ്റ കാരണം അതൊക്കെ ഉണ്ടായി. എണ്ടി പോയത് 3 വിടുന്നത്. പിന്നെ 3നോടായിട്ട് പറയാ, അവിടെ പോയിട്ട് വല്ല കുരുത്തക്കേടും കാണിച്ചാണ്ടല്ലോ വന്നിട്ട് തികച്ചിനോട് കിട്ടും. ഞാൻ പറഞ്ഞ കേട്ടില്ല നിങ്ങള്? കേട്ടു. എങ്ങോട്ടെങ്കിലും പോകുമ്പോ നിങ്ങൾ ഈ വയക്കൊന്ന് നിർത്തിയൂടെ? അമ്മന്റെ മക്കളെ വയക്ക് കാരണം ഇവിടെ ചെവി കേൾക്കാൻ മേല. 24 മണിക്കൂർ തന്നെ. അപ്പൊ ഞാനായി കുറ്റക്കാരി. ഞങ്ങളോട് നോക്കിയൂടി. ഞാൻ ഇമ്മ കൂടണ്ട, വേഗം നടന്നൂട്. എത്ര വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല. അച്ഛൻ ഈ പാട്ട വണ്ടിയിൽ തന്നെ പോണം. ഞാൻ ഇപ്പൊ പോന്നെ ഈ ലൊക്കട വണ്ടിയിൽ. ഞാനും പോവില്ല. നിങ്ങൾക്ക് ഇപ്പൊ ഫ്ലൈറ്റ് വരും, കാത്തുന്നോളി. അതിനൊരു ഐഡിയ ഉണ്ട്, എല്ലാരും കൂടെ നിക്കണം. ഓ നിന്റെ ഐഡിയ അല്ലേ, നീ പറയണ്ട. മണ്ടത്തര അയക്കാരോ. ചേച്ചി എന്നോട് പറയിപ്പിക്കണ്ടേ? ഒന്ന് മിണ്ടാ നിൽക്കണ്ടോ? ആദ്യം ഐഡിയ പറ. നമുക്ക് ഈ കാറിന്റെ ടയറിന്റെ കാറ്റ് വയ്ക്കാം. ഈശ്വരാ ശരിക്കല്ലേ, ഞാൻ ആദ്യം പറഞ്ഞത് എന്തെങ്കിലും മണ്ടത്തരക്കാരെന്ന്. ഇതിനെന്താ ചേച്ചി പോയപ്പോ? ഓ ചേച്ചി വലിയ ബുദ്ധിമതി. എന്നാ ചേച്ചി പറ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ ഐഡിയ തന്നെ മതി. രണ്ടും കൂടി അച്ഛൻ്റെ നല്ല വാങ്ങിക്കും. ഞാനൊന്നുമില്ല. ഇതാ ചേച്ചി, നിനക്ക് ബൈക്കിൽ പോണോ വേണ്ടേ? ആ പോണം. എന്നാ ചേച്ചി ഉണ്ടാ മതി, ഞാൻ ചെയ്തോളാം. കാറിൽ കയറിയിട്ടാൻ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ നോക്കിക്കുന്നേ? അത് ഞങ്ങൾ അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യാനി. അയ്യോ പഞ്ചറായല്ലോ. ഇതിപ്പോ അങ്ങനെ ആയേ? അതിപ്പോ എന്താ അച്ഛനും മക്കളും വർത്താനം പറഞ്ഞിരിക്കാ കേറാതെ? ഓ ഞാനൊന്ന് നേരെ നോക്കിയപ്പോ ഈ മനുഷ്യൻ എന്തേനി. ഇപ്പൊ ഞങ്ങൾക്ക് നേരം വൈകില്ല മനുഷ്യ. അമ്മ അച്ഛന്റെ വണ്ടി കേടന്ന്. അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഏതെങ്കിലും നല്ല സ്ഥലത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഈ പാട്ട വണ്ടി കേടരുക. ഡീ എന്റെ വണ്ടിയെ പറഞ്ഞല്ലോ. ഓ ബെൻസാണെന്നാ വിചാരം. അമ്മ ഒന്ന് നിർത്തുണ്ടോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഡീ ഇനി പറഞ്ഞു നിൽക്കാൻ നേരല്ലേ, വേഗം നടന്നോട്. വൈക്കുമ്പോ പോവാ. ഞാനും മുന്നില്. അയ്യടാ ഞാനാട്ടാ മുന്നില്. നീ പോടാ, നീ വേണമെങ്കിൽ ബാക്കിലിരുന്നോ, ഞാൻ മുന്നിലിരിക്കും. അയ്യടാ ബ്രസു, ഞാനാട്ടാ മുന്നില്. പോയി പണിയാക്ക്. എനിക്ക് മുന്നിലിരിക്കടാ. ഓ ഇനി അതിന് കറിയണ്ട, രണ്ടാളും മുന്നിലിരുന്നോളി. അമ്മേ എനിക്ക് അങ്ങനത്തെ ഉടുപ്പ് അച്ഛനോട് പറഞ്ഞു വാങ്ങിച്ചു തരുമോ? ആദ്യം നീ വലുതാവും എന്നല്ല എനിക്ക് ഉടുപ്പ്. അന്ന് ചേച്ചി ചെറിയെല്ലാം ഉടുപ്പിടയല്ലേ, ചേച്ചിക്ക് മാത്രം ഇട്ടാ മതി. തുടങ്ങി രണ്ട് എവിടെ പോയാലും മനസ്സമാധാനം തരില്ല. മിണ്ടാതെ ഇവിടെ നിന്നോണ്ടി. അമ്മ എനിക്കും വിശക്കുണ്ട്. മക്കള് വരി, നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്റെ ഈശ്വരാ എന്തോ ഒരു ഭക്ഷണം. മിണ്ടാക്കടാ. ഓ ഭക്ഷണം കാണാത്ത മാതിരി. അവിടുന്ന് എണീച്ചോ, അതെന്റെ സീറ്റാ. പിന്നെ ഇതുപോലെ ചേച്ചിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. വേഗം എണീക്കാൻ നിനക്കല്ലേ. പിന്നെ ഞാൻ പണിച്ചത് തന്നെ. ഈ സീറ്റ് എന്നെ വളരെ നിർബന്ധം. അടുത്ത സീറ്റ് ഉണ്ടല്ലോ, പോയിരുന്നോ? അമ്മ അവൾ എന്റെ സീറ്റ് തരില്ല. നന്നായി പോയി. ഇവിടെ ഇത്രയും സീറ്റ് ഉണ്ടായിട്ട് എന്നെ വേണം എനിക്ക് എന്താ അത്ര നിർബന്ധം? പാവം ചേച്ചി. A few moments later. എന്റെ അമ്മേ രണ്ട് ഇതുവരെ ഒന്നും കാണാത്ത മാതിരി ഉണ്ട്. ഞങ്ങൾ കഴിക്കുന്നതിന് ചേച്ചി കണ്ട. ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചൂടെ? എനിക്ക് എന്തെങ്കിലും വന്നാല് പിന്നെ രണ്ടാളെ അമ്മ തിരക്കുന്നുണ്ട് പോവാനായി. മൂന്നും പോയാ സോഫയിലേക്ക് ഇരിക്കി. ഞാൻ പറയാതെ അവിടുന്ന് എണീറ്റാണ്ടല്ലോ. നിനക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് എന്റെ മടിയിലിരിക്കാൻ കണ്ടുള്ളൂ. ഞാൻ ഇവിടെ ഇരുന്ന് വിചാരിച്ചണ്ട. വേഗം മാറി നിൽക്കുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ പൊറ്റ ഉണ്ടേക്കാരം. അയ്യടാ അങ്ങോട്ട് ഉണ്ടാവാ. വേഗം മാറിക്ക, ഞാൻ താഴേക്ക് ഇടുന്ന് പറഞ്ഞിട്ടു. ഓ പിന്നെ എങ്ങോട്ട് ഉണ്ടാവാ? എന്നാ പിടിച്ചോ. നന്നായി പോയി. ഇത്രയും ഇവിടെ സ്ഥലം ഉണ്ടായിട്ട് ഈ എന്തിനാ അവളെ മടി പോയിരുന്നേ? ഞാൻ എന്നോട് എവിടെ ഇരിക്കാനോടെ പറഞ്ഞേ? സോഫയിലല്ലേ. എടാ ഈ എന്തിനാ അവളെ മടി ഇരുന്നേ? വേഗം കയറി ഇരിക്കാൻ അങ്ങോട്ട്. വിണ്ടരുത് ഇവിടുന്ന്. എന്തിനാടി ചിരിക്കുന്ന? ഓനെ തള്ളിയിട്ടിട്ട് ഇരുന്ന് ചിരിക്കുക. ഓനെ എന്റെ മടി ഇരുന്ന് വിചാരിച്ചെന്താ? എവിടെ പോയാലും ഒരു സമാധാനം തരില്ല. എന്തിനാടി ചിരിക്കുന്നേ? ഞാൻ അന്നീ കുട്ടിയാ പറഞ്ഞേ. അമ്മേ മിണ്ടരുത് ഇവിടുന്ന് മൂന്നും. ഒരു മനസ്സമാധാനം ഇല്ല. ഓ വന്ന് കയറിയിട്ടുള്ളൂ, അപ്പോ അമ്മയും മക്കളും തുടങ്ങി. എങ്ങനെ തുടങ്ങാതെ? ഇതിലെ കുറുമ്പ് നിങ്ങൾ കണ്ടതല്ലേ. നിങ്ങൾ എല്ലാത്തിനും കാരണം നിങ്ങളെ വളം വെച്ച് കൊടുക്കുന്നേ. ഞാൻ എന്ത് വളം വെച്ച് കൊടുക്കുന്ന നീ പറയുന്നേ?
ഒരു വഴക്കുണ്ടാകുമ്പോത്തിന് ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ എന്താ പറയാ? മിണ്ടാക്കാനല്ലേ? അതിന് അതിനാ അനുഭവിച്ചോളിഞ്ഞി. ഇപ്പൊ ഇവിടെ എന്തിനാ വഴക്കുണ്ടായേ? എന്തുണ്ടായെന്നോ? ഇതൊരു വീടിനകത്തേനി വഴക്ക്. ഇപ്പൊ തന്നെ കല്യാണ വീട്ടിൽ പോയപ്പോ അവിടുന്ന് ബഹളം. എനിക്കൊന്നും ആവൂല. നിങ്ങളവിടെ നോക്കിയോടി. നിങ്ങളെന്തിനാ അമ്മന്റെ വായിന്ന് ഇങ്ങനെ കേൾക്കാൻ നിൽക്കുന്നേ? ഞങ്ങളൊന്നും ചെയ്തില്ല അച്ഛാ. അതെ, അമ്മ വെറുതെ പറയാ. പിന്നെ വെറുതെ വഴക്കറിയല്ലേ? ഇനിയിട്ട് ഇവിടെ നിങ്ങൾ ബഹളം കേൾക്കട്ടെ. ഇനി അമ്മന്റെ ഇത് നല്ലോ വാങ്ങേണ്ടി വരും. ഞാൻ രക്ഷിക്കാനൊന്നും പറ്റില്ല. എനിക്ക് സമാധാനമല്ലേ ചേച്ചി? ഒക്കെ എന്റെ കാരണം ഉണ്ടായി. ഇനിയിപ്പൊ എന്നെ പറഞ്ഞോ? അപ്പൊ അവൻ ചെയ്തൊന്നും തെറ്റല്ലേ? ഞാൻ എന്താ ചെയ്തേ ചേച്ചി? ഇല്ല എന്റെ മടി ഇരിക്കാൻ വന്നേ. ഞാൻ അപ്പേ പറഞ്ഞില്ല എന്നോട് എണീക്കാൻ. ഞാൻ എണീക്കാത്തോണ്ടല്ലേ? ഒന്ന് നിർത്തുന്നുണ്ട് രണ്ടു. ഞങ്ങൾ സംസാരിക്കുമ്പോ എന്തിനാണ് സംസാരിക്കുന്നത്? എനിക്ക് സംസാരിച്ചാല് ഞാൻ എന്റെ വായനോടല്ലേ സംസാരിക്കുന്നത്? എന്റെ ചേച്ചി അമ്മന്റേതും അച്ഛൻ്റെതും ഒക്കെ ചേച്ചിക്ക് കിട്ടി. ചേച്ചി ചേച്ചി എന്താണ് എനിക്ക് വേണ്ടേ? ചേച്ചി ഒന്ന് എണീക്ക്. പിന്നെ ഞാൻ പണിച്ചു തന്നെ. ചേച്ചി പ്ലീസ് ചേച്ചി എണീക്ക്. ഓ ഈ ചെക്കനെ കൊണ്ട് തോറ്റല്ലോ. എന്താ പറ ചേച്ചി? പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്ന സത്യ? അത് പറയാനാണോ നീ ഇപ്പൊ വിളിച്ചേ? ചേച്ചി പറ. എനിക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ നമ്മളിന്ന് കണ്ട സിനിമയിൽ കണ്ടല്ലോ. മനുഷ്യൻ ഉറങ്ങാനായിക്കല്ലോ. നീ ഒന്ന് പോയേ. ഒന്ന് ചോദിക്കാൻ കണ്ട ചോദ്യം. ചേച്ചി മിണ്ടാതെ അവിടെ കിടന്നുറങ്ങിക്കോ. ചേച്ചി എന്റെ ഈശ്വര, ഈ ചെക്കന് ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ ചേച്ചിക്ക് പേടില്ല പ്രേതത്തെ? പ്രേതം വണ്ണം കെട്ടാ. അപ്പൊ ചേച്ചിന്റെ അടുത്ത് വന്നാലോ? ഈ തുമ്പിന്റെ അടുത്ത് കാര്യം വരില്ല. ഏത് പ്രേതായാലും ഭൂതായാലും. ഒന്ന് കിടക്കാൻ നോക്ക്. എനിക്ക് പേടിയാ ചേച്ചി. നീ കിടന്ന എന്റെ മേലെ കിടക്കുന്നേ? അപ്പൊ അതാണല്ലേ? എന്നാ ഇന്ന് ഇവരെ പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം. ഈ കട്ടിലിന്റെ താഴെ വിളിച്ചു നിൽക്കാം. എന്താടാ ചേച്ചി എന്താ സൗണ്ട് കേൾക്കുന്നേ? എന്ത് സൗണ്ട് ഈ നേരത്തെ? നീ മിണ്ടാതെ അവിടെ കിടന്നോ. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഈശ്വരാ, എന്താടാ സൗണ്ട്? അതല്ലേ ഞാൻ ചേച്ചിയോട് പറഞ്ഞേ. ആരാ? പ്രേതം. അമ്മേ, അമ്മേ. മിണ്ടിപ്പോരുത്. നിങ്ങൾക്ക് എന്താ വേണ്ടേ? എനിക്ക് നിങ്ങളെ രക്തം വേണം. അയ്യോ ചേച്ചി ഓടിക്കോ. ചേച്ചി വേഗം വാ. വേഗം ഓടിക്കോ. പാഹണ്ട് മണ്ടന്മാർ പേടിച്ചോടിയേ. എനിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഇന്നല്ലെങ്കിലും ആ രണ്ടുമില്ലാതെ സമാധാനമായി കിടന്നുറങ്ങാം. എന്തോ സ്വപ്നം കണ്ട് പണ്ടിയതായിരിക്കും. അപ്പൊ ചേച്ചി എവിടെ? ചേച്ചില്ലേ നിങ്ങളടുത്ത്? ചേച്ചി ഇവിടെ അല്ലേ അമ്മ കിടന്നേ? ഇവിടെ എങ്ങനെ കിടക്കുക? നിങ്ങളെ അടുത്തല്ലേ ചേച്ചി കിടക്കല്? അവിടെ ഇല്ലാത്തപ്പോ ഞങ്ങൾ എഴുതി ഇവിടെ കിടന്നേ. എന്നാൽ ഇതെല്ലാം അവളെ പണിയക്കാരം. ചേച്ചി നമ്മളെ പേടിപ്പിച്ചതാ. ചേച്ചിക്കുള്ള പണി നമുക്ക് നാളെ കൊടുക്കാം. 8ന്റെ പണി കൊടുക്കണം. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഈ തുമ്പി ആരാണെന്ന് അവൾ ഇപ്പോഴും മനസ്സിലാക്കിയില്ല. എന്നാ മക്കളെ വരി അമ്മന്റെ അടുത്ത് കിടക്കുന്നേ. അമ്മക്ക് ഒത്തിരി സ്ഥലം കൊണ്ടാ. മക്കള് കുറച്ച് നീങ്ങിക്കേ. ചേച്ചി കുറച്ച് നീങ്ങിക്കേ. ഇവിടെ സ്ഥലമില്ല കിടക്കാൻ. ചേച്ചി കുറച്ച് നീങ്ങി. ഞാൻ ഇപ്പൊ താഴേക്ക് വീകും. അയ്യടാ എനിക്കെന്നെ ഇവിടെ സ്ഥലമില്ല കിടക്കാൻ. ചേച്ചി ഞാൻ ഇപ്പൊ വീഴുന്നാ പറഞ്ഞേ. അച്ഛാ ഇത്രയും ഇവിടെ ബഹളം നടന്നിട്ട് ഈ മനുഷ്യനൊന്നും കേട്ടില്ലല്ലോ. ഭൂകമ്പം ഉണ്ടായ പോലെ അറിയില്ല. അമ്മ അതിരി കിടപ്പാ കിടക്കുന്നേ. കുറച്ച് നീങ്ങി കിടന്നാ.